അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദിവസം വിവാഹമോചിതയായ ഒരു 24-25 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു രക്ഷിതാവ് കൗൺസിലിങ്ങിന് എത്തുകയാണ്. ഈ കുട്ടി അനുഭവിക്കുന്ന മാനസികമായ സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ, അതാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കപ്പെട്ടത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വിവാഹം കഴിഞ്ഞ് ഡിവേഴ്സിലെത്തിയ പല പെൺകുട്ടികളും ആ ഒരു ഡിവേഴ്സിലേക്ക് എത്തിപ്പെടാൻ പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ അത് ജനുവിനായി അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അവരനുഭവിച്ച ശക്തമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മുറിവുകളായിരിക്കും അത്തരം ഒരു ഡൈവേഴ്സിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ അല്ലെങ്കിൽ കുടുംബം മനസ്സിലാക്കേണ്ടത്, രണ്ടാമത് ഒരു വിവാഹം ആ കുട്ടിക്ക് വേണ്ടി നാം അന്വേഷിക്കുമ്പോൾ നേരത്തെ അവരുടെ വൈവാഹിക ജീവിതത്തിൽ അവർ അനുഭവിച്ച ആ ഒരു മുറിവിൽ നിന്ന്, ആ ഒരു ട്രോമയിൽ നിന്ന് ആ കുട്ടിയെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിന് നിർബന്ധമായിട്ട് ഒരു കൗൺസിലറെ കാണുകയും ആ കൗൺസിലിങ്ങിൽ കൂടി ആ കുട്ടി അനുഭവിച്ച സ്ട്രെസ്സിൽ നിന്ന് അല്ലെങ്കിൽ ട്രോമയിൽ നിന്ന് ആ കുട്ടിയെ മോചിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതറിയാതെ വീണ്ടും പുനർവിവാഹത്തിന് വേണ്ടി നാം രക്ഷിതാക്കൾ അവരെ നിർബന്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ വിവാഹവും സ്വാഭാവികമായിട്ടും ഡിവേഴ്സിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.